ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡോക്ടർ മുസമിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒരു സുപ്രധാന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ കമാൻഡറായ ഷഹീൻ ഷാഹിദാകട്ടെ തന്റെ കാമുകിയല്ല, ഭാര്യയാണ് എന്ന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ മുസമിൽ തന്നെ അവകാശപ്പെടുന്നു ഇരുവരും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന്. താൻ മഹർ നൽകി കൂടെ കൂട്ടിയ തന്റെ പെണ്ണാണ് എന്നതാണ് മുസമിൽ പറയുന്നത്. ഇതുവരെ ഡോക്ടർ മുസമിലും ഷഹീനും പ്രണയത്തിലായിരുന്നു എന്നതായിരുന്നു റിപ്പോർട്ട്. എന്നാൽ മുസമിലിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. തന്റെ ഭാര്യയാണ് ആയുധങ്ങൾ വാങ്ങാൻ പോലും പണം നൽകിയതെന്ന വെളിപ്പെടുത്തൽ കൂടെ ഇവിടെ പറയുകയാണ്. ഇതോടുകൂടി തന്നെ ഇരുവരും തമ്മിൽ ഏറ്റവും ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇവരെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇരുവരും ദമ്പതികളാണ് എന്നും 2023 സെപ്റ്റംബറിൽ അൽ ഫലാഖ് സർവകലാശാലയ്ക്ക് സമീപമുള്ള ഒരു പള്ളിയിൽ ഒരു നിക്കാഹ് നടത്തിയെന്നും മുസമിൽ അവകാശപ്പെടുന്നുണ്ട്. ശരീഅത്ത് നിയമം അനുസരിച്ചുകൊണ്ട് വിവാഹത്തിന് 5000 മുതൽ 6000 രൂപ വരെ മഹർ ധാരണയിലെത്തുകയും ചെയ്തുവെന്നും പറയുന്നു. 2023 ആയുധങ്ങൾ വാങ്ങാൻ മുസമിലിന് ഏകദേശം 6.5 ലക്ഷം രൂപയും 2024 ഫോർഡ് എക്കോസ്പോർട്ട് കാർ വാങ്ങാനായി ഉമറിന് 3 ലക്ഷം രൂപയും കടം കൊടുക്കുമെന്ന് ഷഹീൻ വാഗ്ദാനം ചെയ്തതായും പറയുന്നു. മൊത്തത്തിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വാങ്ങാൻ ഷഹീൻ ജെയ്ഷെ സംഘത്തിന് 28 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഈ പണം സക്കാത്ത്, അതായത് മതപരമായ ദാനധർമ്മം, അത് നൽകുന്നതാണ് എന്നതാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചവരോടെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ദക്ഷിണ കാശ്മീരിൽ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘങ്ങളെ കുറിച്ച് ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ സൂചനകൾ തേടിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ദക്ഷിണ കാശ്മീരിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘങ്ങളെ കുറിച്ചും ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഭീകരർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലും വിൽക്കുന്നതിലും അവിടെ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വിവരങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡിൽമാരുടെ നിർദ്ദേശപ്രകാരം ആയുധ വിതരണക്കാരായി തന്നെ പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങൾ 2016 മുതൽ തന്നെ ബാരാമുള്ള, ശ്രീനഗർ, അനന്ത്നാഗ് അതുപോലെ തന്നെ എന്നിവിടങ്ങളിലെല്ലാം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിനായി തന്നെ മുസമിലും ഉമറുമാകട്ടെ ആയുധങ്ങൾ വിറ്റതായും സംശയിക്കുന്നുണ്ട്. അതേസമയം ചെങ്കോട്ട സ്ഫോടന കേസിൽ അമീർ റാഷിദ് അലിയുടെ NIA കസ്റ്റഡി കഴിഞ്ഞ ദിവസം കോടതി 10 ദിവസത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തു. മാത്രമല്ല, പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി അഞ്ജു അതേപോലെ തന്നെ ഇതേ കേസിൽ ഉൾപ്പെട്ട മറ്റൊരു വ്യക്തി 10 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നവംബർ 10 ആക്രമണത്തിന് തൊട്ട് മുൻപേ തന്നെ ഭീകരർ ഉമറാകട്ടെ, അതായത് ഉമർ നബി അഭയം നൽകുകയും അല്ലെങ്കിൽ ലോജിസ്റ്റുകൾ പിന്തുണ നൽകുകയും ചെയ്തുവെന്ന കുറ്റമായിരുന്നു ജോഷിബിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നതാണ് വിലയിരുത്തൽ. മാത്രമല്ല, കൂടുതൽ ചോദ്യം ചെയ്യലിനും വസ്തുത രേഖകൾ ആവശ്യമാകുന്നതിനും ഏജൻസി വലിയ രീതിയിൽ കോടതിയെ കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.